ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. പ്രിയ ദൈവമക്കളെ, ഭൂമിയിൽ തകർന്നു പോകേണ്ട തീരേണ്ട ചില ജീവിതങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് നോക്കി ബലം പ്രാപിച്ചു എന്ന് നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം അത് തന്നെയല്ലേ. ഭൂമിയിൽ ഇടറി വീഴേണ്ടവരെ സ്വർഗം ഇങ്ങനെ കൈനീട്ടി പിടിച്ച ചരിത്രമല്ലേ പറയുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ കേട്ട ആ സഹോദരൻ്റെ ട്യൂമർ ഒരു തേങ്ങയുടെ വലിപ്പമുള്ള മുഴയാണ്, ക്യാൻസറാണ്. പക്ഷെ കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പം, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യപ്പെട്ടു എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന, ഞങ്ങൾ കൺവെൻഷന് പോയ സ്ഥലത്ത് ഒരു കുടുംബം, സാധാരണ കുടുംബം, കൽപ്പണിക്കാരൻ മെയ്സൺ, അതായത് 2 പെൺകുട്ടികളാണ്, 2 പേരും ഡോക്ടർമാരാണ്. സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് ദൈവാനുഗ്രഹത്താൽ അദ്ദേഹം പറയുകയായിരുന്നു, വെളുപ്പിനുണർന്ന് കുടുംബം മുഴുവൻ പറന്ന് പള്ളിയിലെത്തും. ദൈവസന്നിധിയിലേക്ക് പറക്കുന്നവർ ദൈവമക്കളെ സ്വർഗത്തിൻ്റെ മുഴുവൻ അഭിഷേകവും ഉണ്ട് എന്നുള്ള സാക്ഷ്യമല്ലേ ഇത്. ഈ നോമ്പിൻ്റെ നാളുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സ്വർഗത്തെ പറ്റിയാണ്. ഭൂമിയിലെ ഞെരുക്കങ്ങളും ഭൂമിയിലെ പ്രതിസന്ധികളുമൊക്കെ കണ്ടിട്ട്, ചെളിക്കുണ്ടിൽ നിൽക്കുന്ന ചെടിയിൽ സുന്ദരമായി പൂ വിരിയുന്നത്, കൊടും മുള്ളുകളുള്ള റോസച്ചെടിയിൽ ഏറ്റവും സൗരഭ്യമുള്ള മനോഹരമായ പൂക്കൾ ഉണ്ടാവുന്നത്, അതേപോലെ ലോകം മുഴുവൻ ഒരു പാരബിളായിട്ട്, ഒരു ഉപമയായിട്ടൊക്കെ മാറുക. ചുറ്റുപാടുകൾക്കൊക്കെ ഒരു ദൈവിക രഹസ്യം പറഞ്ഞു തരാനുണ്ട്. ഈ നോമ്പിൻ്റെ ഇന്നത്തെ വായനകളിൽ ദൈവം അബ്രഹാത്തെ കൊണ്ടുപോയി, എ ബാരൻ മാൻ, എ മരുഭൂമി മനുഷ്യൻ, കൊച്ചുങ്ങളില്ലാത്തവൻ, അവനെ കൊണ്ടുപോയി ആകാശത്തിന് കീഴെ കൊണ്ട് നിർത്തിയിട്ട് നോക്ക്, സ്വർഗത്തിലേക്ക് നോക്ക്, സ്വർഗത്തിന് ചുറ്റും നോക്ക്, നക്ഷത്രങ്ങൾ നോക്ക്, എണ്ണാൻ തുടങ്ങിക്കോ. നിനക്ക് എണ്ണാൻ പറ്റാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ, സന്താനങ്ങൾ നിനക്ക് ഞാൻ തരാൻ പോവുക. നമ്മൾ ഈ ഒരു കാലഘട്ടം സ്വർഗത്തിലേക്ക് നോക്കി ബലപ്പെടാനുള്ളതാണ്. അബ്രഹാം എടുക്കാനാ തിരിച്ചു ചോദിച്ചാൽ, എനിക്ക് തെളിവുതാ, സ്വർഗമുണ്ടെന്നും സ്വർഗത്തിൽ തീയുണ്ടെന്നും സ്വർഗത്തിൽ ദൈവം ഉണ്ടെന്നും എനിക്ക് തെളിവുതാ. അതാ പറഞ്ഞ ബലിമൃഗങ്ങളെ ഒരുക്കിക്കോ. നിന്റെ ജീവിതം ഒരു ബലിയാകുന്ന സമയത്ത് സ്വർഗത്തിൽ ദൈവമുണ്ടോ എന്ന്, സ്വർഗത്തിൽ തീയുണ്ടോ എന്ന് നീ അറിയും. തിരുവചനം പറയുകയാണ്, ഇത് 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും കൊണ്ടുവന്ന് വെക്കുക, ഒരു ബലി അർപ്പിക്കാൻ. ശംഖ് പിളർന്ന ഈ മൃഗങ്ങളെയും ഈ പക്ഷികളെ കൊന്ന് അവിടെ ബലി അർപ്പിച്ച് വെച്ചിരിക്കുക. രാത്രിയായി, ദൈവമില്ലെന്നേ. പകല് രാവിലെ ബലിയർപ്പിച്ച് വെച്ചതാ, ദൈവമില്ല. നട്ടുച്ച നേരം കഴിഞ്ഞു, മധ്യാഹ്നം കഴിഞ്ഞു, സായാഹ്നമായി, ദൈവമില്ലെന്നേ. ബലിയർപ്പിച്ചത് വെറുതെ ആയിപ്പോയി. രാത്രിയുടെ യാമത്തിൽ അബ്രഹാം ഉറക്കത്തിലേക്കൊക്കെ വീണു എന്നൊക്കെ തിരുവചനം വായിച്ചെടുക്കുമ്പം ഒരു ഞെട്ടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. തുടർന്ന് പറയുക, ആ രാത്രിയിൽ ഇതാ തമ്പുരാൻ കർത്താവ് സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചുള, സ്വർഗത്തിൽ തീയുണ്ടെന്ന്, ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി കർത്താവ് അബ്രഹാത്തോട് ഒരു ഉടമ്പടി ചെയ്തു, നിന്റെ സന്താന പരമ്പരയ്ക്ക് ഞാൻ ഈ നാട് തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദി വരെ യൂഫ്രട്ടീസ് വരെ അതിരുകളില്ലാത്ത ഒരു അഭിഷേകവും ഒരു അനുഗ്രഹവും തരുക. സ്വർഗത്തിൽ തീയുണ്ടെന്ന്, സ്വർഗത്തിൽ ദൈവമുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. 27-ാം സങ്കീർത്തനമാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം. കൈയും വീശി നടക്കാൻ, ശിരസ്സുയർത്തി നടക്കാൻ, നടുവ് നിവർത്തി നടത്താൻ ദൈവം വിളിക്കുക. അത്രയൊന്നും കൂനിപ്പോകേണ്ടതല്ല ഈ ജീവിതമെന്ന് തമ്പുരാൻ ഓർമ്മിപ്പിക്കുക. വല്ലാതെ തളർന്നു പോകുന്ന മനുഷ്യരാണ്. നിസ്സാര കാര്യങ്ങൾ പോലും നമ്മളെ ഭയപ്പെടുത്താറില്ലേ. കഴിഞ്ഞ ദിവസം വലിയ ഒരു സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് വെച്ച മാനസികമായിട്ട് തകർന്നിരിക്കുക. എനിക്കിപ്പോൾ ഭയം ഉണ്ടായിക്കൊണ്ടിരിക്കുക, ആങ്സൈറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുക. രാജാവിനെ പോലെ ഉന്നത സ്ഥാനിയായ ഒരു മനുഷ്യൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. എവിടുന്ന് വന്നു? ഭൂമിയിലേക്ക് കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കണം. എനിക്ക് സഹായം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്.
കർത്താവേ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരം അരുളണമേ. എൻ്റെ മുഖം തേടുവിൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. ഒരു ധൈര്യത്തിൻ്റെ പേരാ പ്രാർത്ഥന. ഒരു ധൈര്യത്തിൻ്റെ പേരാ ഈ നോയമ്പെന്നൊക്കെ പറയുന്നത്. ദൈവമുണ്ടെന്നും അവിടുത്തെ നോക്കി വിളിച്ചാൽ അവിടുന്ന് വിളി കേൾക്കുമെന്നുള്ള ധൈര്യത്തിൻ്റെ പേരാണ്. അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കില്ലേ. സഹായകനായ ദൈവമേ, എന്നെ തള്ളിക്കളയല്ലേ. കോപത്തോടെ തള്ളിക്കളയല്ലേ. എന്നെ തിരസ്കരിക്കല്ലേ. എന്നെ കൈവടിയരുതേ. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് എന്തൊരു ധൈര്യമാണ്. പാട്ടും പാടി രക്ഷയിലേക്ക് കയറിപ്പോകുന്ന മനുഷ്യരെ കണ്ടില്ലേ ഇത്? കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കും. കണ്ണുയർത്തി നോക്കണം. പ്രതിസന്ധികളിൽ കുനിഞ്ഞിരിക്കാനും കണ്ണടച്ചിരിക്കാനുമില്ല. കണ്ണുയർത്തി സ്വർഗത്തിലേക്ക് നോക്കാൻ. ഫിലിപ്പി ലേഖനത്തിൽ ജയിലിൽ കിടക്കുന്ന അപ്പോസ്തലനാണ്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവൻ, കൈകാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടവൻ, കൈകാലുകളിൽ ചങ്ങല വീണവൻ. അവൻ പറയുക, നിങ്ങൾ എന്നെ അനുകരിക്കുന്ന കണ്ട് ഞാൻ എന്നെ അനുകരിക്കുക. നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവൻ. ഞങ്ങളുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടുപഠിക്കുവൻ. ദൈവങ്ങളെ, കുരിശിനെ ബലത്തോടെയൊക്കെ പിടിക്കാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അപ്പോസ്തലൻ പറയുക. പക്ഷെ പലരും കുരിശിൻ്റെ ശത്രുക്കളാണ്. ശരീരം അവരുടെ ദൈവം, ഉദരമാണ് അവരുടെ ദൈവം, ഭക്ഷണമാണ് പ്രധാനപ്പെട്ട കാര്യം. ഇല്ല മക്കളെ, ദൈവവചന പ്രധാനപ്പെട്ടത്. എത്ര ഭക്ഷണം കഴിച്ചാലും നീ തളർന്നു പോകും. പക്ഷേ ഒരു തുണ്ട് ദൈവവചനം മതി, ഒരു ചെറിയ കഷ്ണം ദൈവവചനം മതി നിന്നെ ഉണർത്താൻ. പറയുക, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. കർത്താവ് തന്നെ ഒരു വാഗ്ദാനമാണ്. മുറിവേറ്റ് വേദനിച്ച് വിഷമിച്ച് കിടക്കുന്ന പൗലോസ് കൂട്ടത്തിലുള്ളവരോട് പറയുക, കർത്താവിനെ ബലപ്പെട്ടു, കുരിശിൽ ധൈര്യമായിട്ട് പിടിച്ചു. കുരിശിൻ്റെ പേര് മുറിവെന്നല്ല, കുരിശിൻ്റെ പേര് ഉത്ഥാനമെന്ന. സുവിശേഷത്തിൽ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പീഡാനുഭവത്തെപ്പറ്റി പറഞ്ഞിട്ട് ക്രിസ്തു നേരെ മലമുകളിലേക്ക് പോവുക. പീഡാനുഭവത്തെപ്പറ്റി പറഞ്ഞ് വാവിട്ട് നിലവിളിക്കേണ്ടതിന് പകരം ഒരു സ്വർഗീയ ദർശനത്തിലേക്ക്, ഒരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന ഈശോ തമ്പുരാൻ ശിഷ്യന്മാരെ കൂട്ടി, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേര് തൊട്ടടുത്ത് നിൽക്കുന്ന. കാരണം ആദ്യം ഈ ഒരു വേദനകളുടെയും സങ്കടങ്ങളുടെയും സ്നേഹത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ട 3 പേരെ ബലപ്പെടുത്തുക. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ മലമുകളിലെത്തി. താബോർ മലയിൽ രൂപാന്തരപ്പെടുന്ന പൊന്നുകർത്താവിൻ്റെ ചിത്രമായത്. ഒരു സഹനത്തിന് മുമ്പ് ഒരു ദർശനം വേണം. ഒരു കുരിശുമരണത്തിന് മുമ്പ് ഒരു ദർശനം വേണം. പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഈ ദർശനമാണ്. നോയമ്പെന്ന് പറയുന്നത് ഈ ദർശനമാണ്. ദൈവത്തെ കാണുക. ഒരു മലമുകളിലേക്ക് പോയി. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഒരു നൊമ്പരത്തിലാണ്. പക്ഷെ ആരപ്പം ഉണ്ടാക്കി കൊടുക്കാനുള്ളത്? ഈ 12 ചെറുപ്പക്കാർ ഈശോയോട് കൂടി ഇങ്ങനെ ചുറ്റും നടക്കാൻ വല്ലതും കൊടുത്താലുണ്ട്. അവർ ഉപവാസത്തിലാണ് മലമുകളിൽ. അവരുടെ കാഴ്ച ഭയങ്കരമാണ്. സ്വർഗം തുറന്നിരിക്കുന്നത് കാണുക. മോശയെ കണ്ടെന്നും ഏലിയായെ കണ്ടെന്നും ഒക്കെ സുവിശേഷങ്ങൾ 3 എഴുതി വെച്ചിരിക്കുകയാണ്. കണ്ടു ഈ 2 പേരെ. മോശയൊന്നും ആരും കണ്ടിട്ടില്ല. മോശ ഇറങ്ങിപ്പോയിട്ട് അവിടുന്ന് പിന്നെ ഒരിക്കലും കയറി വന്നിട്ട് മോശ എവിടെയാണെന്ന് അറിയത്തില്ല. ഏലിയ അഗ്നിത്തേരിലെ സ്വർഗത്തിലേക്ക് പോയ ആളാണ്. പറയുന്ന വാക്യം പോലെ വചനമാണിത്. ഒന്ന് നിയമമാണ് മോശ, പെന്ററ്റ്യൂക്ക്. 2 പ്രവാചക ഗ്രന്ഥം, ബൈബിളാണ് പറയുന്നത്. ബൈബിളിൻ്റെ ഉള്ളിൽ നിന്നും ക്രിസ്തു ഇറങ്ങി വരുന്നത് കാണുന്നൊരു കാഴ്ച. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മളൊക്കെ ഈ വചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, വചനത്തിൻ്റെ താളുകളിൽ നമ്മുടെ ചിത്രങ്ങൾ നമുക്ക് കണ്ടെടുത്താൻ പറ്റുമോ? ബൈബിളിൽ നിന്നും ഇറങ്ങി വരുന്ന ക്രിസ്തുവിനെ. ബൈബിള്, സ്വർഗമെന്ന് പറഞ്ഞാൽ ബൈബിളാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്. പഴയ നിയമത്തിലെ നിയമവും പ്രവാചകനും ഇങ്ങനെ യേശുവിൻ്റെ ഇരുവശം നിൽക്കുക. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജെറൂസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ പറ്റിയാണ്. ദൈവങ്ങളെ, ദൈവിക രഹസ്യങ്ങളിൽ ദൈവം ബലപ്പെടുത്തും. നാളെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെപ്പറ്റിയും ജെറൂസലേമിലേക്കുള്ള യാത്രയെപ്പറ്റിയും കുരിശിൻ്റെ വഴിയെപ്പറ്റിയും കുരിശുമരണത്തെപ്പറ്റിയും ഒക്കെ 3 പേരും കൂടെ സംസാരിച്ചു എന്നൊക്കെ ബൈബിള് വല്ലാതെ സംസാരിക്കും കേട്ടോ നമ്മളോട്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറയുകയായിരുന്നു, അവൾ കോട്ടയത്ത് ജോലി ചെയ്യുന്ന, വീട് ട്രിവാൻഡ്രത്താണ്. അന്ന് വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു തോന്നല, അപ്പന് നല്ല സുഖമില്ല. അപ്പന് സുഖമില്ലാത്ത ആളാണ്. മിക്കവാറും ശനിയാഴ്ചകളിൽ പോകുന്നതാണ്. ഇവളെന്നെ പറഞ്ഞ, ഇത് വീസിങ് ആണോ അതോ എന്താ പറയുന്നത്, അവസാനത്തെ ഒരു ഉണ്ടല്ലോ ഒരു ശ്വാസം, മരണശ്വാസം എടുക്കുന്നതാണോ? ഇവള് പറയാം, ഇവള് ഓടി അവിടെ എത്തി, വണ്ടി പിടിച്ച ഉടനെ ഓടി അവിടെ എത്തി.
ചെന്നു തലയിൽ നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുത്തു, പ്രാർത്ഥിച്ചു. 5 മിനിറ്റ് കൊണ്ട് അപ്പം മരിച്ചു. ഇവള് പറയാ വിമലഗിരി മാതാവ് കാണിച്ചു തന്നു. അപ്പം മരിക്കേണ്ട, ആ സമയത്ത് മരിക്കേണ്ട അപ്പനൊന്നുമല്ല. ചോദിക്കുക, ഇത് ഗ്യാസ്പിംഗ് ആണോ, അവസാനത്തെ ശ്വാസമായിട്ട് മാറുകയാണോ എന്നൊക്കെ ചോദിച്ച് ഇവളോടി വീട്ടിലെത്തുമ്പോൾ നമ്മളെ സ്വർഗത്തെ നോക്കി നടന്നാൽ സ്വർഗം നമ്മുടെ ഗൈഡായിട്ടൊക്കെ മാറും. സ്വർഗം നമുക്ക് തരും. ഇത് ഒരു ജീവിത രീതിയൊന്നുമല്ല, ഒരു അനുഭവമായിട്ട് മാറും. ഒരു ജീവിതം മുഴുവൻ അവർ മേഘത്തിൽ മുങ്ങിപ്പോയെന്നൊക്കെ പറയുന്നത്, മഹത്വത്തിൽ മുങ്ങിപ്പോകുക എന്നുള്ളതാണ്. ഏലിയായും മോശയും ഈശോയും കൂടി ഇങ്ങനെ മഹത്വത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുക. അതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മളെ മൂടിപ്പിടിക്കുന്ന, ഈ നോമ്പുകാലം നമ്മളെ മൂടിപ്പിടിക്കുന്ന ഒരു മഹത്വത്തിൻ്റെ വാരിപ്പുണരില്ല. കർത്താവിൻ്റെ മഹത്വം, മേഘം കർത്താവിൻ്റെ വെളിപാടും കർത്താവിൻ്റെ മഹത്വവും ഒക്കെയാണ്. പത്രോസ് പറഞ്ഞു, ഗുരു പോണ്ട, നമുക്ക് ഇവിടെ ആയിരിക്കാം. 3 കൂടാരങ്ങൾ, നിങ്ങൾക്ക് 3 പേർക്ക് വരെ കൂടാരം ഉണ്ടാക്കി ആ കൂടാരങ്ങളുടെ കാവൽക്കാരായിട്ട് ഞങ്ങൾ 3 പേരും ഇരിക്കാം. പത്രോസും യാക്കോബും യോഹന്നാനും ഞങ്ങൾ 3 കൂടാരങ്ങളുടെ കാവൽക്കാരായിക്കൊള്ളാം. എന്ത് മനോഹാരിതയാണ്, എന്ത് ആർദ്രതയാണ്, എന്ത് നനവാണ് ഈ അനുഭവത്തിന്. കണ്ടതങ്ങോട്ട് കണ്ണുമടച്ച് വിശ്വസിക്കുക. കർത്താവ് അവരോട് പറഞ്ഞു, ഭയപ്പെട്ടു. മേഘത്തിൽ ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. ദൈവമക്കളെ, ഹൃദയത്തിലെ ദൈവരാജ്യവും ഹൃദയത്തിൽ സ്വർഗവും ഹൃദയത്തിൽ ദൈവാനുഭവമുള്ള കാലമാണ് നോമ്പിൻ്റെ നാള്. ഓ കർത്താവേ, സ്വർഗം തുറന്ന് കാണിക്കാനുള്ള ദൈവത്തിൻ്റെ ചങ്ക് വിളർന്നവൻ ഇതാ സ്വർഗം തുറന്ന് കാണിച്ചു തരിക. സ്വർഗത്തിലെ ഏലിയായെയും മോശയും ഒക്കെ കാണാനുള്ള ഭാഗ്യം. ഓ കർത്താവേ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പം ശരീരത്തിനപ്പുറത്തുള്ള ആത്മാവിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൂട്ടയത്ത് വാഴുന്ന പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ